മലയാളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ ആരാണ്? പണ്ടൊരിക്കൽ ലോഹിതദാസിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി മമ്മൂട്ടി എന്നാണ്. ആ കാലത്ത് മോഹൻലാലാണ് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ എന്നൊരു പൊതു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ആ ധാരണയ്ക്ക് എതിരെ നിന്നുകൊണ്ടാണ് ലോഹിതദാസ് പറഞ്ഞത്. ശരീരവഴക്കത്തിന്റെ കാര്യത്തിൽ മോഹൻലാലിനോട് കിടപിടിച്ചു നിൽക്കാൻ മമ്മൂക്കിക്ക് കഴിയില്ല. ആ കാലം വരെ ഫ്ലെക്സിബിലിറ്റി എന്നത് ശരീരത്തിന്റെ വഴക്കമാണ് പലരും ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ പലരും മനസ്സിലാക്കിയിരുന്നതും. എന്നാൽ ലോഹിതദാസ് അതിനെ തിരുത്തിക്കൊണ്ടായിരുന്നു ആ കാലത്ത് അഭിപ്രായം പറഞ്ഞത്. കാരണം മമ്മൂക്കയുടെ ഫ്ലെക്സിബിലിറ്റി അദ്ദേഹം ഉദ്ദേശിച്ചത് കഥാപാത്രമായി മാറാനുള്ള കഴിവാണ്. പ്രത്യേകിച്ചും ഓരോ കഥാപാത്രത്തിനും ഓരോ ശരീരഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ഓരോ ശബ്ദഭാഷ ഉപയോഗിച്ചുകൊണ്ട് മമ്മൂക്ക വരുത്തുന്ന മാറ്റം മലയാളത്തിൽ മറ്റൊരാൾക്കും ഇല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതിനെയാണ് അഭിനേതാവിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് ലോഹിതദാസ് വിശേഷിപ്പിച്ചത്. ആ മമ്മൂട്ടി ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മമ്മൂട്ടി മാറുമ്പോൾ തീർച്ചയായും പുതിയ ശരീരഭാഷയും ശബ്ദഭാഷയും ഒക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും തീർത്തും വ്യത്യസ്തമായി മാറുന്നതും. ഒരു കഥാപാത്രത്തിലും നമുക്ക് മമ്മൂട്ടിയുടെ അംശം കാണാൻ കഴിയില്ല എന്ന് പലരും പറയാറുണ്ട്. അത് വളരെ ശരി തന്നെയാണ്. പ്രകടനത്തിന് സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടി 101% ആ കഥാപാത്രമായി മാറിയിരിക്കും. മമ്മൂട്ടിയുടെ യാതൊരുവിധ ചേഷ്ടകളും ആ കഥാപാത്രങ്ങളിൽ കാണാൻ കഴിയുകയുമില്ല. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ മികവും അത് തന്നെയാണ്. ഇപ്പോഴത്തെ പൃഥ്വിരാജാണ് മമ്മൂട്ടിയുടെ ഈ ഫ്ലെക്സിബിലിറ്റിയെ പറ്റി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് ആട് ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഒരു ശരീരത്തിലേക്ക് മാറിയതെന്നും ഓരോ കഥാപാത്രമായി ശരീരപ്രകൃതി എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂക്കയാണ്. അത് അദ്ദേഹം ഉദാഹരണം പോലും എടുത്ത് പറയുന്നുണ്ട്. അമരത്തിലെ അച്ചൂട്ടിയിൽ നിന്ന് കിങ്ങിലെ ജോസഫ് അലക്സ് ആയി മാറുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള സിമിലാരിറ്റിയും തോന്നില്ല. അമരത്തിലെ അച്ചൂട്ടിയിൽ നമുക്കൊരു മുക്കുവനെ തീർത്തും കാണാൻ കഴിയുമെങ്കിൽ കിങ്ങിലെ ജോസഫ് അലക്സിലേക്ക് വരുമ്പോൾ അധികാരം കൈയാളുന്ന ഒരു കലക്ടറായി തന്നെ നമുക്ക് മമ്മൂട്ടിയുടെ ശരീരഭാഷയും ശബ്ദഭാഷയും കാണാൻ കഴിയും. മമ്മൂക്ക ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അടിവരയിട്ട് അദ്ദേഹത്തിന്റെ പ്രകടനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം നൻപകൽ നേരത്ത് മയക്കത്തിൽ നിന്ന് റോഷാക്കിൽ എത്തുമ്പോൾ നമുക്ക് ഒരു തരത്തിലുമുള്ള ഒരു സിമിലാരിറ്റി മമ്മൂക്കയുടെ പ്രകടനത്തിൽ തോന്നില്ല. അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് കണ്ണൂർ സ്ക്വാഡിലേക്കും അതുപോലെ ബ്രഹ്മയുഗത്തിലേക്കും ഒക്കെ എത്തുമ്പോൾ നമുക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും കഥാപാത്രത്തിന്റെ ശരീരഭാഷയും ശബ്ദഭാഷയും ഒക്കെ മമ്മൂക്കയിലൂടെ ലഭിക്കുന്നു. അതിനാൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂക്കയാണെന്ന് അടിവരയിട്ട് പറയാം. പൃഥ്വിരാജ് പറഞ്ഞതിനോടും ലോഹിതദാസ് പറഞ്ഞതിനോടും 100% യോജിപ്പാണ്.